എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം ദ ഹ്യൂമൻഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 4ാമത്തെ ഭാഗമാണ് പാർട്ട് 4. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവായ യേശുക്രിസ്തു സഞ്ചരിച്ചതായിട്ടുള്ള സ്ഥലങ്ങളുടെ ഒരു ലഘു വിവരണം മാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത്. 3 പ്രധാനപ്പെട്ട പ്രൊവിൻസുകളിലാണ് കർത്താവ് സഞ്ചരിച്ചത്. യഹൂദ്യ, ശമരിയ, ഗലീല എന്നുള്ളതായിരിക്കുന്ന 3 സ്റ്റേറ്റുകളിലാണ് കർത്താവ് സഞ്ചരിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. The birth of Jesus Christ. The place was, we do not know exactly where was Jesus born. The point, that's what I meant. എന്നാൽ ബെത്ലഹേം എന്ന സ്ഥലത്ത് കർത്താവ് ജനിച്ചു. ആ ബർത്ത് സ്റ്റോറി നമ്മൾ ഒരു അല്പമായ വിശദീകരണത്തിലൂടെ കണ്ട് ആണ് നമ്മൾ അവസാനിപ്പിച്ചത്. കർത്താവ് വളർന്നത്, ഹി ഗ്രൂ അറ്റ് നാസറത്ത്, ഗലീലയിലെ നസറത്തിലാണ് കർത്താവ് വളർന്നത്. കർത്താവിന്റെ പ്രായത്തെക്കുറിച്ച് നമുക്ക് ആകെ 2 പ്രായമേ ബൈബിളിലുള്ളൂ. ഒന്ന് 12ാമത്തെ വയസ്സും 2 30ാമത്തെ വയസ്സും. വി ഹാവ് ഓൺലി 2 age references of Jesus Christ. One the age of 12 and the other is age of 30. എന്നാൽ കർത്താവ് ഏകദേശം ഒരു 4 വയസ്സ് മുതലായിരിക്കണം നസ്രയത്തിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം 2 വയസ്സ് ഉള്ളപ്പോഴായിരിക്കണം കർത്താവ് മിസ്രൈമിലേക്ക് പോയതും. പിന്നീട് അവിടുന്ന് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു 3 or 4 ആ ഏജ് മുതലേ കർത്താവ് നസ്രയത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ഇവിടുത്തെ ഒരു കർത്താവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഒരു വാദഗതി ഉള്ളത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചരിത്രം നാം കാണുന്നു. ഈ സമയത്ത് കർത്താവ് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയെന്നും ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നുവെന്നും നസ്രയത്തുകാരാലും ദൈവത്താലും സാക്ഷ്യമുള്ളവനായി വളർന്നു എന്ന് നാം കാണുന്നു. ഇതാണ് കർത്താവിനെ കുറിച്ച് 30 വയസ്സ് വരെയുള്ള കർത്താവിനെ കുറിച്ച് ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലഘു വിവരണം. എന്നാൽ എല്ലാവരും അത് അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. എല്ലാവരും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബൈബിളിന് പുറത്തുള്ള ആളുകൾ. എന്നാൽ നമുക്ക് എന്തെങ്കിലും അതിന് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില തെളിവുകളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 51-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നത്, വായിക്കുന്ന നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വായിക്കാം. ലൂക്കോസ് 5-ന്റെ 51-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. 51-ാമത്തെ വാക്യം ഇല്ല, 39 വരെ ഉള്ളല്ലോ. ഞാൻ ഒരു മിനിറ്റ് സാധാരണ കുട്ടികളോട് പറയും, അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്തതാന്നൊക്കെ പറയും. അത് അങ്ങനെയൊന്നല്ല, ഇത് മിസ്റ്റേക്ക് പറ്റിയതാ കേട്ടോ. അപ്പോ നമുക്ക് അത് നോക്കാം. ഓക്കെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം തന്നെ അതിന്റെ 2-ാമത്തെ അധ്യായമാണ്. 2-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. താങ്ക് യു ഫോർ ദ കറക്ഷൻ. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ, എനിക്കിപ്പോ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. 2-ന്റെ 51-ാമത്തെ വാക്യം. സോറി. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ കർത്താവ് കീഴടങ്ങി പാർത്തു എന്ന് നമ്മൾ കാണുമ്പോൾ കർത്താവിന് 12 വയസ്സാണെന്ന് നമ്മൾ മറ്റ് വേദഭാഗങ്ങളിൽ നിന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഹി വാസ് 12 അറ്റ് ദാറ്റ് ടൈം. 12 വയസ്സ് ഉള്ളപ്പോൾ ആണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്തും അതിനു മുൻപും കർത്താവ് കീഴടങ്ങി. ഹി വാസ് സബ്മിസീവ് ടു ഹിസ് പാരന്റ്സ്. ഞാൻ കുട്ടികളായിട്ടുള്ളവര് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവരോ കുട്ടികളെന്നല്ല, നമ്മള് എപ്പോഴാണെങ്കിലും ഒബീഡിയൻസ് എന്നുള്ളത് മക്കളുടെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമാണ്. ഇഫ് യു ആർ നോട്ട് ഒബേയിങ് യുവർ പാരന്റ്സ്, യു ആർ നോട്ട് ഒബേയിങ് ഗോഡ് എന്നുള്ളതും കൂടെ വളരെ വ്യക്തമാണ്. സോ ഒബേയിങ് ഗോഡ് പ്രൂവ്സ് ദാറ്റ് യു ആർ ഒബേയിങ് പാരന്റ്സ്, ആൻഡ് obeying parents shows that you obey God.
ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കർത്താവ് കീഴടങ്ങി പാർത്തു എന്ന് നമ്മൾ കാണുന്നു. പിന്നെ ലൂക്കോസ് 4:16 വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 4:16. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത്, അവിടെ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ? അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ ആസ് വാസ് ഹിസ് കസ്റ്റം എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 30 വയസ്സായി കർത്താവിന്. ഇൻ ഹിസ് 30th age he was at a synagogue. He was doing the same in the past years. എന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെ കർത്താവിന്റെ ജോലി എല്ലാ ശബത്തിലും സിനഗോഗിൽ പോകുന്ന പതിവ് യേശു കർത്താവിനുണ്ടായിരുന്നു. അതിനാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ആസ് എ യങ് മാൻ, ബീങ് എ യങ് മാൻ, കർത്താവ് യോഗത്തിന് പോകുന്ന ഒരാളാണ് എന്ന് നമ്മുടെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാകാം. അല്ലാതെ കർത്താവ് അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണെന്നൊക്കെ സാധാരണ മുസ്ലിം സ്നേഹിതരൊക്കെ പറയും. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ, ഒരു ജൂ എന്നുള്ള നിലയിൽ കർത്താവ് ഹി വാസ് ഡെയിലി പ്രസന്റ് in spiritual activities and during Sabbath days he was at synagogue. അത് നമുക്ക് കാണുവാൻ സാധിക്കാം. മറ്റൊന്ന് മത്തായി 3:17 ഈ ഒരു ജീവിതത്തെ പിതാവായ ദൈവം അംഗീകരിച്ചതാണ്. 3:17 നമ്മൾ വായിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ വായിക്കുന്നത്. എബിനൊന്ന് വായിക്കാം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ നോക്കുക, കർത്താവ് 30 വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്നുള്ളത് കർത്താവ് അവിടെ അംഗീകരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് 2:52 നമ്മൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അതും കൂടെ നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 52. 52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അവിടെ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരുടെ ഇടയിൽ നസറേത്ത് എന്നുള്ളതായിരിക്കുന്ന ആ സ്ഥലത്തും ദൈവത്തിന്റെ മുൻപിലും ഒരു 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 കൃപയുടെ അന്തരീക്ഷത്തില് കർത്താവ് വളർന്നു വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നസറേത്ത് എന്ന് പറയുന്ന ഒരു പട്ടണം, ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് പ്ലേസ്. നല്ല സ്ഥലമൊന്നുമല്ല. ഒരിക്കല് നഥനിയേൽ ചോദിച്ചതാണ്, നസറേത്തിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇറ്റ് വാസ് എ നൊട്ടോറിയസ് പ്ലേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നോ ഗുഡ് പീപ്പിൾ ഹാഡ് കം ഔട്ട് ഫ്രം നസറേത്ത്. അറ്റ് ദാറ്റ് പ്ലേസ്, ആ സ്ഥലത്ത് കർത്താവ് എല്ലാ മനുഷ്യരുടെയും ദൈവത്തിന്റെയും ദൃഷ്ടിയിൽ കൊള്ളാകുന്നവനായി വളർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ കർത്താവ്. ഹി വാസ് അക്സെപ്റ്റഡ് ബൈ ദ നസറൈറ്റ്സ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അടുത്ത ഭാഗത്ത് ലൂക്കോസ് 3:23 വാക്യം. ലൂക്കോസ് 3:23 വാക്യം. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പോൾ ഇപ്പോൾ കർത്താവിന് 30 വയസ്സായി. He was going to start the public ministry and at the age of 30 he got baptized. 30ാമത്തെ വയസ്സിൽ കർത്താവ് സ്നാനപ്പെട്ടു. ഒരു പുരോഹിതനാകുന്ന പ്രായമാണ് 30ാമത്തെ വയസ്സ്. അങ്ങനെ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ ഒരു മെച്യൂരിറ്റി കാണുന്നത് 30th age ആണ്. അതുവരെ കർത്താവ് വെയിറ്റ് ചെയ്തു. And at the age of 30 he was entering into public ministry. 12 എന്നുള്ളത് നമ്മൾ കാണുന്നത് 2:42 വാക്യമാണ്. അത് നമുക്ക് വായിക്കണ്ട. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി എന്നാണ് കാര്യം. ആ പതിവ് എന്നുള്ളത് that is very important. So the parents of Jesus took Jesus to the temple as well as Jesus himself had gone to synagogue.
സിനഗോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു 10 ഫാമിലീസ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 മെൻ ഉണ്ടെങ്കിൽ, യഹൂദ പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു സിനഗോഗ് അവർക്ക് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ്. ബട്ട് ദ ടെമ്പിൾ ഈസ് അറ്റ് ജെറുസലേം, ടെമ്പിൾ ഈസ് അറ്റ് ജെറുസലേം, സിനഗോഗ് ഈസ് അറ്റ് ഗാലലി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോ ഗാലിലിയിലെ സിനഗോഗിലും കർത്താവ് പോയിരുന്നു, എന്നാൽ ടെമ്പിളിലും പാരന്റ്സിന്റെ ഒപ്പം പോയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിന്റെ ഏജിൽ, യങ് ഏജിലും കർത്താവിന്റെ ടീനേജിലും കർത്താവ് he was faithful to the Lord and he was accepted by the men who were at Nazareth എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രിയാണ്. പരസ്യ ശുശ്രൂഷയിൽ 3.5 വർഷം എന്നാണ് നമ്മൾ പറയണേ. we say that 3.5 years Jesus ministered on earth. എങ്ങനെയാണ് ഈ 3.5 വർഷം എന്നുള്ളത് ബൈബിളിൽ നമുക്ക് അതിന് തെളിവൊന്നുമില്ല, 3.5 എന്നൊന്നും എവിടെ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 പാസ് ഓവറിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ 3.5 എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 പാസ് ഓവറും ഈ 3ാമത്തെ പാസ് ഓവറിന് തൊട്ട് മുൻപുള്ള കർത്താവിന്റെ മിനിസ്ട്രി, അങ്ങനെയാണ് ഒരു 3.5 എന്ന് കണക്ക് കൂട്ടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എക്സാക്ട്ലി 3.5 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് 3 years എക്സാക്ട്ലി. 3 പാസ് ഓവർ ഏതൊക്കെയാണ് എന്നുള്ളത് യോഹന്നാൻ 2:13 വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 2:13. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാസ് ഓവർ ജീസസ് അറ്റൻഡഡ് അറ്റ് ജെറുസലേം. 2:13 ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 2:13. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദിസ് ഇസ് ഫസ്റ്റ് പാസ് ഓവർ ജീസസ് അറ്റൻഡഡ് ഡ്യൂറിങ് ഹിസ് പബ്ലിക് മിനിസ്ട്രി. പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ പാസ് ഓവർ ആണ്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് പാസ് ഓവർ വി സീ ഇൻ ജോൺ ചാപ്റ്റർ 6, 6ാമത്തെ അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:3 വാക്യം. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. അതില് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അതെ, 4ാമത്തെ വാക്യമാണ്. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അവിടെ അടുത്ത പെസഹയിൽ കർത്താവ് വീണ്ടും അവിടെ സംബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു, പിന്നെ കർത്താവിന്റെ ആ ജേർണി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പാസ് ഓവർ ജീസസ് ഹാഡ് അറ്റൻഡഡ്. ആൻഡ് ദ തേർഡ് വൺ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് പാസ് ഓവർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ലൈഫ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അറ്റ് ജെറുസലേം ആൻഡ് ഓൾസോ ഓൺ ദിസ് എർത്ത്. യോഹന്നാൻ 11:55 വാക്യം. യോഹന്നാൻ 11:55 വാക്യം. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കിയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കർത്താവ് പെസഹയുടെ സമയം ആയപ്പോൾ, ഇറ്റ് വാസ് ദ തേർഡ് പാസ് ഓവർ ഇൻ ദ മിനിസ്ട്രി ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന്റെ പരസ്യ പ്രവർത്തനത്തിലെ 3ാമത്തെ പെസഹ. ആ പെസഹ അടുക്കുന്ന സമയത്ത് എല്ലാവരും പെസഹയ്ക്ക് നേരത്തെ തന്നെ യെരുശലേമിലേക്ക് എത്തുന്നത് പോലെ യേശു കർത്താവും നേരത്തെ തന്നെ അവിടേക്ക് പോയി. ഞാൻ ഇത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വിഷമിക്കുന്ന ഒരു കാര്യം, കർത്താവ് ഈ പ്രാവശ്യം പെസഹയ്ക്ക് പോകുമ്പോൾ ഇനി കർത്താവ് തിരിച്ചു വരില്ല ഗലീലയിലേക്ക്. കർത്താവ് അവിടുന്ന് നേരെ സ്വർഗത്തിലേക്ക് കരയേറി പോകുകയുള്ളൂ. ഹി വിൽ നോട്ട് ബി ബാക്ക് അറ്റ് ഹിസ് ഹോം. അപ്പോൾ കർത്താവ് ഇപ്പോൾ യെരുശലേമിലേക്ക് പോകുന്നത് ഹി ഈസ് ഗോയിങ് ടു ഡൈ. ആ ഒരു ഒരുക്കത്തിലാണ് കർത്താവ് പോകുന്നത്. നമ്മള് 6 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മരിക്കും എന്ന് പറഞ്ഞാൽ അതിന് മുൻപേ തന്നെ നമ്മൾ മരിച്ചു പോകും. അതാണ് നമ്മുടെ സാഹചര്യം. ബട്ട് ജീസസ്, ഹി വാസ് പ്രിപ്പയർഡ് ടു ഡൈ അറ്റ് ജെറുസലേം. 6 പറയാൻ ഞാൻ കാരണമുണ്ട്. 12ാമത്തെ അധ്യായം 1ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? 1ാമത്തെ വാക്യം. ഹി ഓൾസോ ട്രാവൽഡ് ടു ജെറുസലേം. യെസ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു.
ആ യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ കർത്താവ് ജെറുസലേമിലെത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ നമ്മുടെ പഠനത്തില് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുന്നത് why 3.5 years, how it is calculated, because he had attended 3 Passovers during his public ministry. അങ്ങനെയാണ് പാസ് ഓവർ എന്നുള്ളത് വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. അങ്ങനെയാണ് 3.5 എന്നുള്ളതായിരിക്കുന്ന ഒരു കാൽക്കുലേഷനിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, ഇന്ന് ഞാൻ ഇതിന്റെ ഒരു പകുതി ഭാഗമേ ഞാൻ ചിന്തിക്കുള്ളൂ. ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. വി ആർ ഗോയിങ് ടു ഹാവ് എ ജേർണി ത്രൂ ലൂക്ക് ഗോസ്പൽ. ഞാൻ സാധാരണ ബൈബിള് വായിക്കാൻ ഒരാളെ എൻകറേജ് ചെയ്യുന്നതും യേശു കർത്താവിന്റെ ജീവചരിത്രം വായിക്കാനായിട്ട് എനിക്ക് ഒരു ഓർഡർ ഉണ്ട്. അത് വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വായിച്ചോ. ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഐ വിൽ റീഡ് ജോൺ ഗോസ്പൽ. സെക്കൻഡ് ഐ വിൽ റീഡ് ലൂക്ക് ഗോസ്പൽ. ദെൻ ഐ വിൽ റീഡ് മാത്യു ആൻഡ് മാർക്ക്. ദെൻ ഐ വിൽ റീഡ് യെശയ്യാവിന്റെ പ്രവചനം. Then I will read Revelation. Then I will read Acts, Romans, 1 Corinthians, 2 Corinthians. അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. കാരണം John says about the Godhead, Luke says about the humanhood, Matthew and Mark says about how he was among Jewish nation and the Roman nation. Isaiah is the gospel in the Old Testament about Lord Jesus Christ. യെശയ്യാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള സുവിശേഷം എന്നുള്ള നിലയിൽ പഴയ നിയമത്തിലെ യെശയ്യാവാണ്. വെളിപ്പാടിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ്, തേജസ്സുള്ള നമ്മുടെ കർത്താവ്, the king we could see in Revelation. ഇങ്ങനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ we will get the whole picture of the Lord Jesus Christ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ലൂക്കോസ് നമ്മൾ ചിന്തിക്കുന്നത് ഹ്യൂമൻഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ Luke Gospel, it is a best book to look upon. So we will have an outline from Luke Gospel. This is my favorite book when I take the life of Jesus Christ, but we will have a small outline. ഒരു ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. We will look into that. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇത് വായിക്കണം. അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് ഞാനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. റീഡ് ചാപ്റ്റർ 1 to 9. 1 to 9 എന്ന് പറഞ്ഞാൽ 1, 2, 9 എന്നല്ല, 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. I encourage you to read, prayerfully read. You enjoy and read those chapters. You will understand it in a very better way. Okay, we will look into one by one. ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം. ഞാനത് വായിച്ചിട്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻ ദ ഇംഗ്ലീഷ് ബൈബിൾ ഫുൾഫിൽഡ് എന്നും മലയാളത്തിൽ പ്രമാണിച്ചു വരുന്ന എന്നും എഴുതിയിരിക്കുന്നതായി കാണാം. ഇറ്റ് ഈസ് ഇൻ ലൂക്ക് ചാപ്റ്റർ 1 to 4. എന്നാൽ നിവൃത്തി എന്നതാണ് ശരിയായ പദം. എന്താണ് നിവർത്തിച്ചത്? അവ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് നോക്കാം. എബിൻ അത് ഒന്ന് വായിക്കും. ഞാനത് പറയാം. ലൂക്കോസ് 1 മുതൽ 4 വരെയുള്ള വാക്യത്തില് ഒന്ന് വായിച്ചു കേൾക്കാം. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. മതി. അതിൽ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നുവോ? പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. 2ാമത്തെ വാക്യത്തിലാണ് കാണുന്നത് പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന. ബട്ട് വെൻ യു ലുക്ക് അറ്റ് ഇംഗ്ലീഷ്, വി കുഡ് സീ
ഓക്കെ, ഒന്നാം വാക്യം. ഇൻ ആസ് മച്ച് ആസ് മെനി ഹാവ് അണ്ടർടേക്കൻ ടു കമ്പൈൽ ആൻ അക്കൗണ്ട് ഓഫ് ദി തിങ്സ് അക്കംപ്ലിഷ്ഡ് അമോങ് us. എൻ്റെ അക്കംപ്ലിഷ്ഡ് എന്നാണ്. KJV ഫുൾഫിൽഡ് എന്നായിരിക്കും. KJV ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിൽ വായിച്ചോ. ഞാൻ NASB ആണ് ഉപയോഗിക്കുന്നത്. ഫുൾഫിൽഡ്. യു കുഡ് സീ ദ വേർഡ് ഫുൾഫിൽഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫുൾഫിൽഡ് എന്നുള്ള വാക്കും പ്രമാണിച്ചു വരുന്നു എന്നുള്ള വാക്കും രണ്ടും രണ്ട് അർത്ഥങ്ങളാണ്. പ്രമാണിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബീങ് ഒബ്സർവ്ഡ്. ഫുൾഫിൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു തിയോളജിക്കൽ വേർഡാണ്. നിവർത്തിക്കുക എന്നുള്ള അർത്ഥമാണ്. നിവർത്തിക്കുക. യേശു കർത്താവിന്റെ ജീവിതത്തില് യേശു കർത്താവിന്റെ ലൈഫ് തന്നെ ഒരു നിവൃത്തികരണമാണ്. ഹി ഡസ് എവറിത്തിങ് ആസ് എ ഫുൾഫിൽമെന്റ് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ലൂക്കോസ് സുവിശേഷങ്ങളിൽ എഴുതുമ്പോൾ he was recording the fulfillment. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. So it is fulfillment more than accomplishing. It is fulfillment. Jesus fulfilled certain things. What all are the fulfillment of Jesus Christ? ദൈവം എന്തൊക്കെയാണ്, യേശു കർത്താവ് എന്തൊക്കെയാണ് നിവർത്തിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുവാനായിട്ട് പോകുന്നത്. അതിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങൾ ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ഷൻ ആണ്. എന്തിന് ഇൻട്രൊഡക്ഷൻ ആണ്? യോഹന്നാൻ സ്നാപകന്റെയും യേശു കർത്താവിന്റെയും ജനനത്തിന്റെ വിവരണമാണ്. ഇറ്റ് വാസ് എ പാരലൽ passages about John the Baptist and Jesus Christ as well. ദൂതൻ സെക്കറിയാവിന്റെ അടുത്ത് വരുന്നത്, അതുപോലെ തന്നെ ദൂതൻ മറിയയുടെ അടുത്ത് വരുന്നതും ജോസഫിന്റെ അടുത്ത് വരുന്നതും, ഇതൊക്കെ ഒരു പാരലലായിട്ട് ചാപ്റ്റർ 1 and 2 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തത് ഫ്രം ചാപ്റ്റേഴ്സ് 3 to 9a എന്ന് ഞാൻ പറയുന്നത് ഓൺലി ദ മിഡിൽ പാർട്ട് ഓഫ് ദാറ്റ് പാസേജ് എന്ന് നമുക്ക് കാണുക. യേശുവും ദൗത്യം, ദ മിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹൂ ഈസ് ജീസസ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് കാണാം. 3-ാം അധ്യായത്തില് യേശു കർത്താവിന്റെ സ്നാനവും വംശാവലി. ഇൻ ചാപ്റ്റർ 3 we could see the baptism of Jesus Christ and his genealogy in chapter 3. അതില് ചാപ്റ്റർ 4 നമ്മൾ കാണുന്നത് ജീസസ് ഹി വാസ് ഫോർ എവ്രിവൺ. യേശു കർത്താവ് എല്ലാ മനുഷ്യർക്കും അനുഗ്രഹം വരുത്തുന്ന രാജാവാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. സോ I will have a pause in that passage. Luke chapter 4 verses 17 to 21. We will have a small lesson from there. ലൂക്കോസ് 4:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എബിൻ ഒന്ന് വായിക്കാമോ? 4:17 മുതൽ 21 വരെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവനിൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. സ്തോത്രം. നിങ്ങക്ക് സ്തോത്രമൊക്കെ പറയാട്ടോ ഇടയ്ക്ക്. ഞാനിത് വായിച്ചപ്പോ എന്റെ മനസ്സിലെ ഒരു 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 എന്താ പറയാ, ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ വന്നു പെട്ടെന്ന്. നിവൃത്തി എന്നുള്ള വാക്ക് വന്നപ്പോൾ did you notice there verse 21? കർത്താവ്, നമ്മുടെ കർത്താവ്, എന്റെ കർത്താവ് 30-ാമത്തെ വയസ്സിൽ സിനഗോഗിൽ ചെന്ന് നിൽക്കുകയാണ്. യങ് മാൻ when he was there, the പള്ളിപ്രമാണിയായ മനുഷ്യൻ കർത്താവിന്റെ കയ്യിൽ ഒരു സ്ക്രോള് കൊടുത്തു. പുസ്തകമല്ല, ഒരു സ്ക്രോൾ. and that scroll was of book of Isaiah.
കർത്താവ് അതിങ്ങനെ നിവർത്തി, ഇങ്ങനെ നിവർത്തിയിട്ട് he come to the exact place, and that place is Isaiah chapter 61. We'll go to that passage later. യെശയ്യാവ് 61 കർത്താവ് ചുരുട്ടി നീട്ടി കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് he was reading that passage, and after reading he closed that book. നമ്മൾ മെസ്സേജ് കഴിയുമ്പോഴാ പുസ്തകം അടയ്ക്കുക. കർത്താവ് വായിച്ച ഉടനെ ബുക്ക് അടച്ചിട്ട് കർത്താവ് പറയാണ്, ടുഡേ this scripture has been fulfilled in your hearing. Fulfilled എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. Today this is fulfilled. അതിന്റെ അർത്ഥം this was written 700 years ago by Isaiah. It wasn't fulfilled then. Today it was fulfilled. എന്താണ് ഫുൾഫില്ല് ചെയ്തത്? എന്താണ് നിവർത്തിച്ചത്? എന്തൊക്കെയാണ്? വാട്ട് ഓൾ തിങ്സ് ആർ ഗോയിങ് ടു ബി ഫുൾഫിൽഡ്? ഇറ്റ് വാസ് റിട്ടൺ ദെയർ. നമുക്ക് അതിന്റെ 18ാമത് വാക്യം. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാണ്. I will proclaim gospel to poor people. 19ാമത്തെ വാക്യം. ബദ്ധന്മാർക്ക് വിടുതൽ. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ. അപ്പോൾ നമ്മൾ അതൊന്നും വെറുതെ പറഞ്ഞു വിടരുത്. These people are the people who were living at the time of Jesus Christ. യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ യെശയ്യാവ് എഴുതിയിരിക്കുന്നത്. ദരിദ്രരായവർ, ബദ്ധന്മാരായവർ, കുരുടരായവർ, പീഡിതരായവർ, ഇത്രയും ഒരു ആളുകൾ കർത്താവിന്റെ സൊസൈറ്റിയിലുണ്ട്. സോ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ദം. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്. അതാണ് നിവർത്തിക്കാനായിട്ട് പോകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. Shall we go to Isaiah chapter 61? യെശയ്യാവ് 61 നമുക്കൊന്ന് പോകാം. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നത് യെശയ്യാവ് 61 ഒന്നാമത്തെ വാക്യവും 2ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും. മതി. അവിടെ നിങ്ങൾ 2ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. എന്നാൽ നമ്മള് ലൂക്കോസിൽ വായിക്കുമ്പോൾ നമ്മൾ അവിടെ 19ാം വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. കർത്താവ് പ്രതികാര ദിവസം എന്ന് കർത്താവ് വായിച്ചില്ല. ഹി ഡെലിബറേറ്റ്ലി അവോയ്ഡഡ് the word vengeance and the day of vengeance of our God. കർത്താവ് അത് വായിച്ചിട്ടില്ല. അത് സ്കിപ്പ് ചെയ്തിട്ട് ബ്ലെസ്സിങ്സ്, പ്രസാദ വർഷം എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ് ടുഡേ ദിസ് സ്ക്രിപ്ചർ ഈസ് ഫുൾഫിൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ യേശു കർത്താവ് വന്നിരിക്കുന്നത് അനുഗ്രഹിക്കാനാ, നമ്മളെ ബ്ലസ് ചെയ്യാനാ, അല്ലാതെ ജഡ്ജ് ചെയ്യാനല്ല, വെഞ്ചിയൻസിനല്ല. It is going to come. It is going to come. Now he came to bless. That is fulfilled. അതുകൊണ്ട് നമ്മുടെ ഒരു തെറ്റായ ഒരു ചിന്തയുണ്ട്. നമ്മുടെ ഒരു തെറ്റായ ചിന്ത, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന, എന്തെങ്കിലും ഒരു അപകടം വന്ന, എന്തെങ്കിലും ഒരു നഷ്ടം വന്ന, എന്തെങ്കിലും ഒരു ജോലി പോയ, എന്തെങ്കിലും തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇന്റർപ്രറ്റ് ചെയ്യുക ഇത് കർത്താവിന്റെ ശിക്ഷ, ഇത് ദൈവം അവന് ശിക്ഷിച്ചതാ. അയ്യോ നിങ്ങൾ അങ്ങനെ പറയല്ലേ. കർത്താവ് നമ്മളെ ശിക്ഷിക്കാൻ തുടങ്ങിയ ആരെങ്കിലും ഈ ഭൂമിയിൽ കാണും.
അവൻ അവൻ കോപിച്ചാൽ അവന്റെ മുൻപാകെ നിൽക്കാകുന്നവനാ. നമ്മളൊക്കെ കർത്താവിന് നന്നായി അറിയാം. നമ്മുടെ കർത്താവ് നമ്മുടെ വർക്ക് നോക്കിയിട്ടല്ല ജഡ്ജ് ചെയ്യണേ. കർത്താവ് നമ്മുടെ ഹൃദയം നോക്കിയിട്ടാ. നമ്മുടെ ഉള്ളത്തെ, നമ്മുടെ മനസ്സിനെ എല്ലാം കർത്താവിന് അറിയാം. കർത്താവ് വന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്, നമ്മളെ ബ്ലസ് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ നമുക്കൊരു കാറ് തരാ, വീട് തരാ, പൈസ തരാ, അങ്ങനെയല്ല. കർത്താവിനെ പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന് നമ്മളെ സഹായിക്കാനാണ് കർത്താവ് വന്നത്. ജീസസ് ക്രൈസ്റ്റ് കെയിം ടു ദിസ് വേൾഡ് ടു ഹെൽപ്പ് us so that we may please God. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കർത്താവാണ് ആ കർത്താവ്. സോ ദാറ്റ് ഈസ് ബീങ് ഫുൾഫിൽഡ്. അത് കർത്താവ് വന്ന അന്ന് മുതൽ അത് ആരംഭിക്കുകയാണ്. ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഫുൾഫിൽമെന്റ് ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനു മുൻപ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് സ്ക്രീനിൽ 2 വാക്കുകൾ നിങ്ങൾക്ക് കാണാം. ദ ഫസ്റ്റ് വൺ ഈസ് ഒരു വിടുതൽ എന്നുള്ളൊരു വാക്കും, രണ്ടാമത്തത് ദരിദ്രർ എന്നുള്ളൊരു വാക്ക് കാണാം. ഇത് രണ്ടും ഞാൻ പറയാം. വിടുതൽ എന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്നാണേ. ഫ്രീഡം നമ്മൾ ലൂക്കോസിൽ വായിച്ചല്ലോ. ബദ്ധന്മാർക്ക് വിടുതൽ, 19ാമത്തെ വാക്യം. ആ വിടുതൽ എന്നുള്ള വാക്ക് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. നമ്മുടെ കണ്ണിനെ നനയിപ്പിക്കുന്ന ഒരു വാക്കാണ്. കണ്ണിനെ നനയിപ്പിക്കും. ഈ വാക്ക് ഗ്രീക്കില് അഫേസിസ് എന്നുള്ള വാക്കാണ്. ഇൻ ഗ്രീക്ക് ലാംഗ്വേജ് അതിന്റെ മീനിങ് സ്വതന്ത്രരാക്കുക, മേക്ക് ഫ്രീഡ് ദം, അവരെ സ്വതന്ത്രരാക്കുക എന്നർത്ഥമാണ്. ഇതിന് ഒരു പഴയ നിയമ ഒരു ബന്ധമുണ്ട്. അതിന് പഴയ നിയമത്തില് ലേവ്യ പുസ്തകം 25ാമത്തെ അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. 25ാം അധ്യായത്തില് യോബേൽ സംവത്സരം എന്നു പേരുള്ള ഒരു സംവത്സരമുണ്ട്. യോബേൽ സംവത്സരം ആ ഇസ്രായേൽ മക്കള് കനാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരു 7 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമാണ് യോബേൽ സംവത്സരം. ആ സമയത്ത് ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് ഗൾഫിലുള്ളവർക്ക് അറിയാം. പൊതുമാപ്പ് എന്നു പേരുള്ള ഒരു സംഗതി ഉണ്ട്. പൊതുമാപ്പ്. ഈ കോവിഡിന്റെ സമയത്ത് കുറെ പേർക്ക് പൊതുമാപ്പ് കിട്ടി, കുറെ പേരെ ജയിലിൽ നിന്നൊക്കെ വിട്ടതൊക്കെ ആയിട്ട് ഞാൻ പേപ്പറിൽ ഞാൻ വായിച്ചിരുന്നു. ഇതേപോലെ ഒരു പൊതുമാപ്പ് യഹൂദന്റെ ജീവിതത്തിലുണ്ട്. അതിനെ പറയുന്ന പേരാണ് യോബേൽ സംവത്സരം. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അഫേസിസ്. ഈ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക? അടിമകളായിട്ടുള്ളവർക്ക് they can go as they wish. 7 വർഷം അടിമയായിട്ട് അവർ ജീവിച്ചിരുന്നെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ അവന് സ്വന്തമായി പോകാം. കടങ്ങളെ എഴുതിത്തള്ളും. The debts was rejected. It was cancelled. കടങ്ങളെ എഴുതിത്തള്ളും. They were freed. കർത്താവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവിനെ ഒരുവൻ അറിഞ്ഞു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ സമൂല പരിവർത്തനമാണ്. മാനസികമായി, ശാരീരികമായി, ഭൗതികമായി, ആത്മീയമായി യേശു ക്രിസ്തു അവനെ സ്വതന്ത്രരാക്കും. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളിൽ ആരെങ്കിലും എന്തിനെങ്കിലും ചൊല്ലി നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഐ പ്രോമിസ് യു, we have Lord Jesus Christ. If you love him, if you believe him, if you follow him, if you cling on him, അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ he will make you free. അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. Since our Lord Jesus Christ he lives, we will be freed from all our agonies and pain. That is exactly true, and that's what he is going to do. അതാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. വിടുതൽ. രണ്ടാമത്തത് ദരിദ്രർ, പുവർ പീപ്പിൾ. നമുക്ക് പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തവരെന്നാണ് അർത്ഥം. പൈസ ഇല്ലാത്തവര്, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, പിന്നെ സ്മാർട്ട് അല്ലാത്ത ആൾക്കാർ, ഇങ്ങനെ മിണ്ടാതൊക്കെ ഇങ്ങനെ ഇരുന്ന ഒരാൾക്കാർ ഇങ്ങനെ ഒന്നും മിണ്ടാതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അയ്യോ പാവട്ടാ, ഒരു പാവാണേ എന്നൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ പാവം. ബട്ട് ദ വേർഡ്, it was not telling those kinds of
പുവർനെസ്. അത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഇവിടെ എബ്രായ ഭാഷയിൽ അന എന്നുള്ളൊരു വേർഡ് ഉണ്ട്. അന, എക്സാക്ട് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയല്ല, അനി എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ ആണ്. ഈ ഇതിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് സമൂഹത്തിൽ തഴയപ്പെട്ടവർ എന്നുള്ളതാണ് ഇവിടെ. ദോസ് ഹു ആർ റിജക്റ്റഡ് ഇൻ ദ സൊസൈറ്റി, അതാണ് പുവർ. ദ പീപ്പിൾ ദോസ് ഹു ആർ റിജക്റ്റഡ്, culturally rejected, and the society had rejected due to many reasons. Then strangers, those who are they have come from other places, outsiders, അതാണ് തഴയപ്പെട്ടവർ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് പുവർ. അപ്പോൾ കർത്താവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. സ്ലേവ്സ് ഉണ്ടായിരുന്നു. those who live in poverty, those who live in utter failure, people rejected them. ഇവരെ സഹായിക്കാനാണ് കർത്താവ് വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ this is what we are looking into. നമ്മളെ കർത്താവ് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. There are many people living around us who are rejected, who live in pain, and we should stretch our hand to help them, to comfort them. That's what we are going to attain through our Lord Jesus Christ. ഇനി കർത്താവ് എങ്ങനെയാണ് ഇങ്ങനെയുള്ളവരെ സഹായിച്ചത്, എപ്രകാരമുള്ളവരാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ he is going to be fulfilled. He is going to help the poor people. He is going to help the rejected people. And that's what Luke is going to record in his gospel. അതാണ് നമ്മൾ ഇനി തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. 4:31 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഫ്രം ചാപ്റ്റർ 4 onwards, 4:31 onwards, we could see Jesus Christ in his public ministry. He is helping such people. 31 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കത് കാണാം. ഞാൻ ഇനി സ്ലൈഡിൽ കാണുക ചില എക്സാമ്പിൾസ് മാത്രമാണ് കാണുക. വി ഡോണ്ട് ഹാവ് it's not practical to go into every chapters. It's not practical. എന്നാൽ ഞാൻ ചില എക്സാമ്പിൾസ് കാണാം കർത്താവ് ഹെൽപ്പ് ചെയ്തതായിട്ടുള്ള. ഫസ്റ്റ് വൺ, ജീസസ് ആദ്യത്തെ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സഹായിക്കുന്നു. അശുദ്ധാത്മാവുള്ള ഒരാളെ മാത്രമല്ല, ഈ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ചർച്ചിൽ വന്ന ആളാണ് കേട്ടോ, സിനഗോഗില് വന്ന ആളാ. നമ്മുടെ സഭയില് ഒരു പിശാച് ബാധിച്ച ഒരുത്തന് വന്നാൽ നമ്മൾ ഉടനെ തന്നെ അവനെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും നമ്മൾ. അതാണ് നമ്മൾ ചെയ്യുക. പക്ഷെ കർത്താവിന്റെ കാലഘട്ടത്തിൽ സിനഗോഗിൽ ഒരു അശുദ്ധാത്മാവുള്ള ഒരാൾ വന്നപ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കി. കർത്താവിന് മനസ്സിലായി, he was caught by Satan, he don't have freedom. Jesus helped him. പിശാചിൽ നിന്ന് ദൈവം അവനെ രക്ഷിക്കുകയാണ്. അതാണ് കർത്താവിന്റെ ആദ്യത്തെ എൻട്രി എന്ന് നമുക്ക് ലൂക്കോസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയാണ്. ഒരു ലെപ്രസി ബാധിച്ച ഒരാളുടെ സ്ഥിതി എന്താണെന്ന് ഇപ്പൊ കോവിഡ് ബാധിച്ച ആളോട് ചോദിച്ചാൽ അറിയാം. ക്വാറന്റൈൻ എന്നുള്ളത് ഇത് തന്നെയാണ് ഒരു കുഷ്ഠരോഗിയുടെ സ്ഥിതി. കോവിഡ് ബാധിച്ച ആൾക്ക് ഒരു 14 ദിവസമെങ്കിലും കഴിഞ്ഞാൽ അവന് പുറത്തേക്ക് വരാം. ബാധിച്ചത് എന്നല്ല, നിരീക്ഷണത്തിലുള്ള ഒരാള്. കുഷ്ഠരോഗി അവന്റെ രോഗം മാറുന്നത് വരെ പാളയത്തിന് പുറത്ത് അവൻ കിടക്കണം. അവന് ദൈവാലയത്തിലേക്ക് വരുവാനോ അവന്റെ അടുക്കലേക്ക് ആരെങ്കിലും വരുവാനോ സാധിക്കാതെ he was living as a rejected person. Jesus touched him. യേശു അവനെ സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നീട് പക്ഷവാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. പക്ഷവാതക്കാരന്റെ ഈ പക്ഷവാതം പാപം നിമിത്തമാണെന്ന് കർത്താവ് അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കർത്താവ് അവനെ സൗഖ്യമാക്കുന്നത് നമുക്ക് അവിടെ കാണാം. പിന്നീട് ചുങ്കക്കാരൻ, ടാക്സ് കളക്ടേഴ്സ്. ദീസ് പീപ്പിൾ were rejected by Jewish people at that time. They don't like such kind of people. സക്കായിനെ മത്തായിനെ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. But Jesus Christ, he helped them. He comforted them. ചുങ്കക്കാരനായ ലേവിയെ കർത്താവ് സ്നേഹിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പാപിനിയായ സ്ത്രീ.
this lady was also rejected by Pharisees and the Jewish people. So Jesus forgave her sins. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നീട് യായിറോസിന്റെ മകള്, അവളും മരണത്തിൽ നിന്ന് അവളെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. So these examples shows how Jesus fulfilled his ministry. എങ്ങനെയാണ് കർത്താവ് തന്റെ ശുശ്രൂഷയിൽ ഓരോന്ന് നിവർത്തിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ലൂക്കോസ് ഓരോന്ന് രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയത് കർത്താവ് അത് വായിക്കുന്നു സിനഗോഗിൽ, എന്നിട്ട് പറയാണ് ഇന്ന് ഇതിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആൻഡ് ഹി വാസ് വർക്കിംഗ് ഫോർ ദാറ്റ്. അത് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ സമയത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തിയല്ലോ. 6:12 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ മാനിഫെസ്റ്റോ ആണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. യു ജസ്റ്റ് ഹാവ് എ ലുക്ക് ഇൻ ടു ദോസ് സ്ലൈഡ്സ്. കർത്താവിന്റെ മിഷനാണ്, കർത്താവിന്റെ മാനിഫെസ്റ്റോ എന്ന് നമുക്ക് പറയാം. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് നമുക്ക് അതിനെ പറയാൻ സാധിക്കും. കർത്താവിന്റെ ഗിരിപ്രഭാഷണം, മലമേലുള്ള ഗിരിപ്രഭാഷണം, മത്തായി 5, 6, 7 അധ്യായങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈ ജീസസ് കെയിം ഓൺ ടു ദിസ് എർത്ത്. അതില് ഒന്ന് സമൂലമായ മഹാമനസ്കത എന്ന് ഞാൻ മലയാളത്തിൽ റാഡിക്കൽ ജനറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാഡ് എ സിംപത്തി ആൻഡ് എംപത്തി ടുവേർഡ്സ് ഓൾ പീപ്പിൾ, ഓൾ ഓവർ ദ പീപ്പിൾ. എല്ലാവരോടും കർത്താവിന് ഒരു മനസ്സുണ്ടായിരുന്നു. നമ്മള് വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് ആളുകളെ കണ്ട് ഇവർ ഇടയനില്ലാത്ത ആടുകള് അന്ന് അറിഞ്ഞ് കർത്താവിന്റെ ഉള്ളം കലങ്ങുകയാണ്, മനസ്സലിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് മനുഷ്യരെ കാണുമ്പോൾ കർത്താവിന് സങ്കടമാണ്. ഹി ഹാഡ് സച്ച് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. പിന്നീട് കർത്താവിന് ഒരു സെർവൻ ലീഡർഷിപ്പ് ആണ്, സെർവൻ ലീഡർ, സേവക നേതൃത്വമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ബോസ് ഓർ സിഇഒ, നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു സെർവന്റ് ആറ്റിറ്റ്യൂഡ് ആണ്. പിന്നെ കർത്താവിന്റെ അടുത്ത മിഷൻ പീസ് മേക്കിംഗ് ആണ്, സമാധാനം ഉളവാക്കുക. മറ്റൊന്ന് യഥാർത്ഥ ഭക്തിയിലൂടെ കപട ഭക്തിയെ എടുത്തു മാറ്റുക. ഫാരിസീസ് they were living in a hypocrisy. So Lord Jesus Christ took away that hypocrisy from the society. Took away, we cannot say that he took away, but he just introduced what is a real piety, what is a real God fearing. He introduced that. അത് നമ്മൾ 12 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുക. Then finally എന്നാൽ ഇതെല്ലാം കണ്ടപ്പോൾ യഹൂദന്മാർ എന്താ ചെയ്തെന്നറിയാമോ? യഹൂദന്മാര് പറഞ്ഞു, ഇവനെ ദൈവദൂഷണാണ് ഇവൻ പറയുന്നത്, ഇവൻ നമ്മുടെ പാരമ്പര്യത്തെ അപമാനിക്കുന്നവനാണ്, ഇവൻ തിന്നിയും കുടിയനുമാണ്, ഹി ഈസ് എ ഗ്ലട്ടൺ, ഇവൻ നമ്മുടെ ശബത്തിനെ ലംഘിക്കുന്നു എന്ന് ക്രിട്ടിസൈസ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ടു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ കർത്താവ് പറയാണ്, ഐ കെയിം ടു ദിസ് എർത്ത് ടു ഡൈ ഓൺ ദ ക്രോസ്. യെശയ്യാവ് 53 പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് 9:22 നമുക്ക് കാണാൻ സാധിക്കും. They will kill me, but I will rise again on the third day. കർത്താവ് പറയാം. Finally, I will conclude that. നമ്മുടെ സമയം കഴിയാറായല്ലോ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാനത് പറയാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യെരുശലേമിലേക്ക് കർത്താവ് യാത്ര ചെയ്യുകയാണ് കേട്ടോ. യെരുശലേമിലേക്ക് ഞാനിവിടെ ഒരു അല്പം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതാണ്, ബട്ട് ഐ വിൽ ഗീവ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, ഓക്കെ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദ ടൈം. ഞാൻ ഈ സ്ലൈഡ് അടുത്ത ആഴ്ച ഞാൻ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ബട്ട് ഐ വിൽ ജസ്റ്റ് സേ നൗ ജീസസ് ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് ജെറുസലേം. 9:51 വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Chapter 9, verse 51. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. മതി അവിടെ ശ്രദ്ധിച്ചോ, ആരോഹണത്തിനുള്ള സമയമായപ്പോൾ. what do you mean by this ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനുള്ള സമയമായി എന്നറിഞ്ഞപ്പോൾ he was pressing on towards Jerusalem. ഓക്കെ, ഞാൻ ഈ സ്ലൈഡിലേക്ക് അടുത്ത ആഴ്ച ഞാൻ വരാം.
ഇത്രയും ഭാഗം നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങൾ വായിക്കണം. കർത്താവ് അവൻ എത്രയോ ഉന്നതനാണ്. കർത്താവ് he did everything not for himself but he did everything for ourselves willfully. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, ആ കർത്താവിനെ പോലെ നമുക്ക് ജീവിക്കാം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.